ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചാ വിഷയമായ പേരാണല്ലോ SDPI. SDPIയുടെ വോട്ട് വേണ്ട എന്ന് വി സതീശൻ SDPIയുമായി ബന്ധപ്പെട്ട് മീഡിയ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകൾ, തുടർച്ചയായ വിവാദങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ് കേരളത്തിലുള്ള SDPIയുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചത്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിന് പുറത്തുള്ള SDPIയുടെ നയനിലപാടുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ, വെസ്റ്റ് ബംഗാളിൽ, കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ്, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പലതരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ നടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ബംഗാളിലെ ഒരു രാഷ്ട്രീയ സഖ്യമാണ്. തമിഴ്നാട്ടിൽ നമുക്ക് മനസ്സിലാക്കാം, DMK മുന്നണിയിൽ വളരെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ അണിനിരക്കുന്ന, 10-20ഓളം പാർട്ടികൾ അണിനിരക്കുന്ന വലിയൊരു രാഷ്ട്രീയ മൂവ്മെന്റായി, വലിയൊരു മുന്നണി സംവിധാനമായി തമിഴ്നാട്ടിലെ DMK മാറിയിട്ടുണ്ട്. ആ DMK മുന്നണിയിൽ SDPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ CPM, CPIയും കോൺഗ്രസും ഒക്കെ ഉണ്ട്. ഇതാണ് തമിഴ്നാട്ടിലെ കാഴ്ച എന്നുള്ളത്. DMK ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിന്റെ നേതാവ് MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു കാര്യമാണ്. ഇനി വെസ്റ്റ് ബംഗാളിലേക്ക് വന്നാൽ, വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി ചില കാഴ്ചകൾ നമുക്ക് കാണാനാവും. അത് എന്താണ്? വെസ്റ്റ് ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം, അത് CPMഉം SDPIയും ISFും തമ്മിലാണ്. അതായത് CPM അവിടെ നേരിട്ട് SDPയുമായി സഹകരിക്കുന്നു, ISFുമായി സഹകരിക്കുന്നു. ISF എന്നുള്ളത് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നുള്ള അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗാളിൽ. അവിടെ അവർക്ക് MLA ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ISFും CPMഉം ഒക്കെ ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. CPM, SDPI, ISF സഖ്യമാണ് ഒരു ഭാഗത്തുള്ളത്. മമതാ ബാനർജി ഒറ്റയ്ക്ക്, തൃണമൂൽ കോൺഗ്രസ് മറ്റൊരു ഭാഗത്തും മത്സരിക്കുന്നുണ്ട്, BJP മറ്റൊരു ഭാഗത്തുണ്ട്. ഇതാണ് വെസ്റ്റ് ബംഗാളിലെ കാഴ്ച എന്നുള്ളത്. എന്നാൽ കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി CPM SDPI ബന്ധം, ഇടത് SDPI ബന്ധം എന്നുള്ളതിലേക്ക് ആരോപണങ്ങളാണ് ഉയരുന്നതെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഈ രണ്ട് കക്ഷികളും പരസ്പരം യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൽ SDPI മത്സരിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുയോഗത്തിന്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സുലഭമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. CPM പതാകകളും SDPI പതാകകളും ISFിന്റെ പതാകകളും അവിടെയുണ്ട്. ISFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. SDPIയുടെ ദേശീയ സെക്രട്ടറി റിയാസ് ഫറക്കിപ്പെട്ട അവിടെ പങ്കെടുക്കുന്നുണ്ട്. CPMന്റെയും നേതൃത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. SDPI സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പൊതുയോഗമായിരുന്നു. വലിയ ജനപങ്കാളിത്തം ഈ പൊതുയോഗത്തിൽ, മുർഷിദാബാദ് ജില്ലയിൽ നടന്ന, ഈ സാദ്ഗിരി മണ്ഡലത്തിൽ നടന്ന പൊതുയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 200-290 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്നുള്ളത്. ആ വെസ്റ്റ് ബംഗാളിൽ SDPIയുടെ സാന്നിധ്യം എന്നുള്ളത്, ഈ ഒരു മണ്ഡലത്തിൽ SDPI മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു പരസ്പര സഹകരണം ഉണ്ടാകും. അത് CPM നമുക്കറിയാം, 10-30 വർഷത്തോളം ബംഗാൾ ഏകപക്ഷീയമായി ഭരിച്ച ഒരു പാർട്ടിയാണ്. ഇപ്പോൾ അത് വളരെ വലിയ തകർച്ച അതിനുശേഷം ഉണ്ടായി. എങ്കിൽ പോലും അവർ ഒരു തിരിച്ചുവരവിനുള്ള കഠിനമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മറ്റൊന്ന്, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവിടെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് അവിടെ MLA ഉണ്ട്, അവരും മത്സരരംഗത്ത് സജീവമാണ്. കൂടാതെ SDPIയും അവിടെയുണ്ട്. SDPI ഈ സാദ്ഗിരി മണ്ഡലത്തിലാണ് അവരുടെ കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളിൽ CPMനും ISFനും വേണ്ടി SDPI പ്രവർത്തകർ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതാണ് ഏറ്റവും സുപ്രധാനമായ കാഴ്ച എന്നുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ടത്, ദേശീയ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി SDPIയും CPIയും മറ്റുള്ള ഇടതു പാർട്ടികളൊക്കെ ഒരു പരസ്പരമുള്ള ഒരു ധാരണയിലൂടെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്താനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്ത്യ മുന്നണിയാണ് ഈ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ കക്ഷികളെ യോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എങ്കിലും അത് പല നിലക്കും ചില സമയത്തൊക്കെ കോൺഗ്രസിന്റെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ മൂലം യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്കോ സമരങ്ങൾക്കോ സാക്ഷിയാവാൻ കഴിയുന്നില്ല.
അത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ വലിയൊരു പോരായ്മയാണ്. പലപ്പോഴും അഖിലേഷ് യാദവിനെ പോലെയുള്ള ആളുകൾ മമതാ ബാനർജി ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ശിവസേനയുള്ള പോലെയുള്ള ആളുകൾ DMK ഇതിന്റെ നേതൃത്വത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലതരം വിഷയങ്ങൾ ഇന്ത്യ അലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ഈ വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് മണ്ഡലം പുനർക്രമീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ലോക്സഭയിലെ ആ വിഷയമൊക്കെ മുൻനിർത്തി വീണ്ടും ഇന്ത്യ അലയൻസ് നിർണായകമായ ഒരു രാഷ്ട്രീയ സഖ്യമായിട്ടുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസ് ഇതിന് വ്യക്തമായ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടും സമര പോരാട്ടങ്ങളും നടത്തുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതാണ് ഇന്ത്യ അലയൻസിനെ പലപ്പോഴും ദുർബലമാക്കുന്നത്. രാഹുൽ ഗാന്ധി പോലും ചില സമയങ്ങളിൽ വലിയ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുകയും ഇലക്ഷനിൽ വോട്ടർ അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് നിശബ്ദമാകുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു കാഴ്ച എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM പോലെയുള്ള ഒരു സമരോത്സുകത കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം SDPI പോലെയുള്ള മറ്റൊരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കാണുന്നത്. തമിഴ്നാട്ടിലെ സഖ്യത്തെ പറ്റി നമുക്കറിയാം. തമിഴ്നാട്ടിലെ സഖ്യം എന്നുള്ളത് നെല്ലൈ മുബാറക് എന്ന SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ആ മണ്ഡലത്തിലെ SDPI സ്ഥാനാർത്ഥിയുടെ വിജയ പ്രചരണത്തിന് വേണ്ടി CPM, CPI, കോൺഗ്രസും അടക്കമുള്ള അവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനും അവിടെ 2 സീറ്റുണ്ട്. CPIക്ക് 5 സീറ്റും CPMന് സമാനമായ സീറ്റുകളും ഉണ്ട്. കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ DMK ആണ് മത്സരിക്കുന്നത്. എങ്കിലും SDPI കൂടി സഹകരിക്കുന്നതോടുകൂടി തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നാണ് DMK കണക്കുകൂട്ടുന്നത്. ഇതാണ് തമിഴ്നാട്ടിലെ സാഹചര്യം എന്നുള്ളത്. ഏതായാലും വെസ്റ്റ് ബംഗാളിലെ ഈ സാദ്ഗിരി മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPIയുടെ രാഷ്ട്രീയ നിലപാടും CPM ഇടതു പാർട്ടികളുമായിട്ട് സഹകരിക്കുന്ന ലൈനും തുടർന്ന് കേരളത്തിൽ പോലും നടപ്പിലാവാനുള്ള സാധ്യതയാണ് കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി രാഷ്ട്രീയ വിശകലനം നടത്തുന്ന വിദഗ്ധർ പറയുന്നത്. അതായത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ പുതിയൊരു അലയൻസ്, പുതിയൊരു രാഷ്ട്രീയ സമവാക്യം ഉയർന്നു വരുന്നുണ്ട്. ഉയർന്നു വരുന്ന സമവാക്യത്തിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉയർത്തിവിടുന്ന, ഐഡന്റിറ്റി പൊളിറ്റിക്സ് സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കൂടി CPM അവരോടുള്ള ഐക്യം മാറ്റി നിർത്തി സഹകരിക്കാൻ പരമാവധി സംഘപരിവാറുമായിട്ടുള്ള വിഷയങ്ങളിൽ, RSSുമായിട്ടുള്ള വിഷയങ്ങളിൽ, രാജ്യം നേടുന്ന പ്രശ്നങ്ങളിൽ അവരുടേതായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പരസ്പരം യോജിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപ ഭാവിയിൽ കേരളത്തിലും ഇത്തരം കാഴ്ചകൾക്ക് സാക്ഷിയാകുമെന്നാണ് കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നമ്മോട് വിളിച്ചു പറയുന്നു.